അസ്സലാമു അലൈക്കും എവരിവൺ. ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നേ. അന്നേരം ഞാനിങ്ങനെ ഓർക്ക് ചെയ്യുന്നൊരു കാര്യമേ, നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാരുടെ ഒക്കെ ഒരു ലൈഫ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പാത്രം കഴുകിയും അടിച്ചും തുടച്ചൊക്കെ ആയിട്ട് അങ്ങ് തീർന്നു. അവരുടെ അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നോ, ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ, ഇതൊന്നും ആരും അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാനും അന്വേഷിച്ചിട്ടൊന്നുമില്ല. എൻ്റെ വിചാരം ഇത് തന്നെയാണ് അവരുടെ ജീവിതം എന്നാണ്. പക്ഷെ വളർന്നു വലുതായപ്പോഴാണ് മനസ്സിലായത്, അല്ല, അതായിരുന്നില്ല ജീവിതം. അത് അവരെ എല്ലാവരും കൂടി അങ്ങനെ ആക്കി തീർത്തതായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെയല്ല. ഇപ്പൊ സ്ത്രീകൾ കാര്യങ്ങളൊന്നും കൂടെ മനസ്സിലാക്കി തുടങ്ങി. പണ്ടൊക്കെ സാമൂഹികപരമായും ആരോഗ്യപരമായും മാനസികപരമായൊക്കെ വളർച്ചയുള്ള ജോലികൾ മുഴുവനും പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നതല്ല. ഇന്ന് അവിടെയൊക്കെ സ്ത്രീകളും ഉണ്ട്. കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലായി. അവരും ചെയ്തുകൊണ്ടിരുന്ന് അവരും അവരുടെ സ്വപ്നങ്ങളുടെ പിന്നാലുള്ള യാത്രകളിലാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സ്ത്രീയുടെ മാറ്റം ഉൾക്കൊള്ളാൻ പുരുഷൻക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവൾക്ക് അഭിപ്രായമുണ്ട്, അവൾക്ക് വ്യക്തിത്വമുണ്ട്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിനൊരു മനസ്സ് ആണുങ്ങൾക്കും വളർന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വലിയ അടി ഉണ്ടായിരിക്കും. അവിടെ ആ കുടുംബ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ മക്കളെങ്കിലും മാറ്റിയെടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആണിനും പെണ്ണിനും വ്യത്യസ്തപരമായ ജോലികളല്ല എന്നുള്ളതും, സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും സ്ത്രീയുടേതാണെന്നും പുരുഷന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും പുരുഷൻ്റെതുമാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ പാത്രം കഴുകാനും അവനവൻ്റെ വസ്ത്രം അലക്കാനും ഒക്കെ അത് ആണായാലും പെണ്ണായാലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കൂല. എനിക്ക് വെച്ചുണ്ടാക്കി തരണം എന്ന് പറയുമ്പോഴും, എനിക്ക് ഭക്ഷണം വിളമ്പി തരണം എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ഇരിക്കാൻ ഒരു പെൺകുട്ടി ഇനി തയ്യാറാവൂല. നിനക്ക് വേണമെങ്കിൽ നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ, കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ ഷെയർ ചെയ്യ്, എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കും, അത് ഞാൻ നിനക്കും ഷെയർ ചെയ്യുന്നുള്ള കാഴ്ചപ്പാടിലോട്ട് അവർ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഇല്ല, ഇത് നിന്റെ ജോലിയാണ്, നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4-5 ദിവസം ആ ബന്ധം മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ പിടിച്ച് വീട്ടിൽ കൊടുന്നാക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിന് താല്പര്യമില്ല. പുരുഷന് സ്ത്രീ ഇല്ലാതെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ, സ്ത്രീക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ പുരുഷനില്ലാതെ ജീവിക്കാൻ ഒന്നും കൂടെ എളുപ്പമാണെന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവണം. ഒരു കുടുംബജീവിതം ഓഫ് കോഴ്സ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സാധനമാണ്. അത് ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം, സ്ത്രീ നിന്റെ അടിമയല്ല എന്നുള്ളതും. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയാൽ നമുക്ക് നല്ലൊരു കുടുംബജീവിതമുള്ള മക്കളെ കാണാം. അപ്പം എല്ലാവരും അതിന്